ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരും വെള്ളമാണ്. ഇപ്പം തന്നെ ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാലാകക്കുട്ടി ഉണ്ടാക്കുന്ന അല്ലേ ആ വീഡിയോ കണ്ട് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം പുള്ളിക്കാരി അതെ മോരും വെള്ളം എന്ന് പറയാം, ഒരു സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ടല്ലേ. അപ്പം ഉച്ചയ്ക്കൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്കെന്നാൽ നമ്മുടെ പ്രേക്ഷകർക്കും അത് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തത്. അപ്പം കണ്ടാലോ നമുക്ക്? അതെ അതെ, നമ്മൾ വീഡിയോ കണ്ട് കൊതിച്ചല്ലേ, നമുക്കൊന്ന് കുടിച്ചു നോക്കാന്ന് വിചാരിച്ചു അല്ലേ. എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ആക്ച്വലി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കാന്താരി മുളകാണ്. നല്ല മൂത്ത പഴുക്കാറായ കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് എരിവിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഒരു 10 അല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ചതച്ചെടുക്കണം നമുക്ക്. നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം, എന്നാലേ നമുക്ക് ആ നീര് ഫ്ലേവർ നേരെ മോരിലോട്ട് പിടിക്കത്തുള്ളൂ. ഇനിയിപ്പം നമുക്ക് അടുത്തത് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ച് കിട്ടണം, എന്നാലേ ആ നീരെല്ലാം കറക്റ്റ് നമുക്ക് ഫ്ലേവർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചതച്ച് ഇഞ്ചി എടുക്കണം. അടുത്തത് നമ്മൾ നാരകത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. നാരകത്തിൻ്റെ ഇല ഒരു 4-5 പീസും അതുപോലെ തന്നെ കറിവേപ്പില ഒരു തണ്ടും ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും നല്ലപോലെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ജാതിക്കയാണ്. നമ്മളിവിടുന്ന് ഫ്രഷ് ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും ആവശ്യമില്ല, അതിൻ്റെ ഒരു പാതിയാണ് നമ്മൾ എടുക്കുന്നത്. തൊലി ചെത്തിയിട്ട് വേണമെങ്കിലും ഇടാം, അല്ലാതെ തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നന്നായിട്ട് ചെറുതായി കണ്ടിച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതും നന്നായിട്ട് ചതച്ചെടുക്കണം. ഒരെല്ലാം നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ അത് അരകലയിലോട്ട് വെച്ചു. അരകലയിൽ അരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. ഇനി അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. നമ്മളിവിടെ ഒരു 2 പീസ് എടുത്തിട്ടുണ്ട് കുരുമുളകിന് വേണ്ടിയിട്ട്. ഇച്ചിരി പഴുത്ത കുരുമുളകാണ് ഏറ്റവും നല്ലത്. അതും നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് ചതച്ച് എടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ജാതിക്ക, കാന്താരി, കുരുമുളക്, കറിവേപ്പില, നാരകത്തിൻ്റെ ഇല, ഇഞ്ചി, അത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇത് മോരിനകത്തോട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 പാക്കറ്റ് തൈരിലുണ്ടാക്കാവുന്ന മോരാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മോര് റെഡിയാകും. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ആ ഫ്ലേവേഴ്സ് എല്ലാം കറക്റ്റ് ഗ്ലാസ്സിൽ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരും വെള്ളം റെഡി ആയിട്ടുണ്ട്. ജ്യൂസ്, ഇവൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുടിച്ചു നോക്കിയാ ഇവേ, കുടിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പം നമ്മുടെ ഐവാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് കാന്താരി ഊയാണോ? ഊയാണോ? എന്നാ കുടിക്കണ്ട കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുടിച്ചോ ഇവൻ? ഇല്ല.
മോരും വെള്ളം നമ്മൾ ഉണ്ടാക്കി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ജാതിക്കയുടെയും ആ നാരങ്ങയുടെ ഇലയുടെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല എന്താ പറയാ, വേറെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം സ്പൈസി വേണ്ടവർക്ക് നന്നായിട്ട് ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം. വൈമ കുടിച്ച് പാതി ദേഹത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളുടെ വീഡിയോസ് കാണുക. അപ്പം ബൈ. Bye.